ഇപ്പോൾ താലികെട്ടിന് ശേഷമുള്ള മറ്റുള്ള ചടങ്ങുകൾക്കായുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചെറിയ രീതിയിൽ വളരെ കുറച്ച് പേരെ 50 പേരെ മാത്രം വിളിച്ചുള്ള ചടങ്ങാണ് അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഗുരുവായൂരിൽ വെച്ച് തന്നെ നടക്കുന്ന മറ്റു ചടങ്ങുകൾക്കും അത്രയും പേർ മാത്രമാണ് പങ്കെടുക്കുക. അവിടെ ഒരു റിസോർട്ടിൽ തന്നെയാണ് ഇവർ ആ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനേക്കാൾ പ്രത്യേകതയുള്ളതായി മാറുകയാണ് അമേയ രണ്ടാം സാരിയായി തിരഞ്ഞെടുത്ത ജിഷിൻ വാങ്ങിക്കൊടുത്ത വിവാഹപ്പുടവ. അതിപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഓറഞ്ച് ആൻഡ് ഗോൾഡ് മിക്സ് നിറത്തിലുള്ള സാരിയും അതിന് ചേരുന്ന സീക്വൻസ് വർക്കുകളോടുകൂടിയുള്ള ഓറഞ്ച് ബ്ലൗസുമാണ് അമേയ വിവാഹ ദിവസം തിരഞ്ഞെടുത്തത്. ജിഷിൻ വാങ്ങി നൽകുന്ന സാരിയാണ് ഈ ചടങ്ങിന് സാധാരണയായി ഉടുക്കുക. വരൻ വാങ്ങിക്കൊടുത്ത സാരി വധു ഉടുത്ത് സുന്ദരിയായി കാണാനാണ് വരൻ ഈ ഒരു ചടങ്ങ് നടത്തുന്നത്. അതേപോലെ തന്നെ ജിഷിൻ അമേയയ്ക്ക് വാങ്ങി നൽകിയ ഒരു മനോഹരമായ സാരി തന്നെയാണിത്. എല്ലാവരും ഈ സാരിയാണ് ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിരിക്കുന്നുവെന്നും ജിഷിൻ തിരഞ്ഞെടുത്ത ഈ നിറം അമേയയ്ക്ക് വളരെയധികം തന്നെ സൗന്ദര്യത്തിലെത്തിക്കുന്നുവെന്നും പറയുന്നു. രണ്ടാം ചടങ്ങിന് എത്തിയപ്പോൾ മാലകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഗോൾഡ് അല്ല എന്നും മറിച്ച് നോ ഗോൾഡ് വിവാഹം തന്നെയാണ് ഇവരുടേതെന്നും ഈ ചിത്രങ്ങൾ കണ്ട് പ്രേക്ഷകർ ഉറപ്പിക്കുകയാണ്. ജിഷിനും അമേയയ്ക്കും ആശംസകൾ അറിയിക്കുന്ന ഓരോരുത്തരും അമേയയുടെ വൈരങ്ങൾ പതിപ്പിച്ച മാല തന്നെയാണ് നോക്കുന്നത്. എന്നാൽ ഇത് സ്വർണമാണോ എന്നുള്ള സംശയവും എല്ലാവരുടെയും മുൻപിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അമേയയും ജിഷിനും ഒരുമിച്ച ഈ സന്തോഷം, അമേയയുടെ വസ്ത്രം, രണ്ടാം സാരി, ജിഷിൻ തിരഞ്ഞെടുത്ത അമേയ സുന്ദരിയായിരിക്കണം എന്നുള്ള ഉദ്ദേശിച്ച സാരി, ഇതെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതീവ സുന്ദരിയായി നിൽക്കുന്ന അമേയയ്ക്ക് ആശംസകൾ അറിയിക്കാനാണ് എല്ലാവരും എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ടാം പുടവ ഉടുക്കുമ്പോൾ സെറ്റ് പുടവയുടെ അത്ര ഭംഗി ഉണ്ടാവാറില്ല. എന്നാൽ അമേയയെ കണ്ടപ്പോൾ എല്ലാവരും അത് മാറ്റി പറഞ്ഞു. ഓറഞ്ച് നിറത്തിലെ രണ്ടാം സാരിയും രത്നങ്ങൾ പതിപ്പിച്ച ബ്ലൗസും ജിഷിൻ കൊടുത്ത വിവാഹ സമ്മാനമായി രാജകുമാരിയെ പോലെ തിളങ്ങിയാണ് അമേയ നിൽക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷത്തോടെയാണ് പ്രേക്ഷകരും അത് കാണുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ആ വാർത്ത ഏറ്റെടുക്കുന്നത് എന്നുകൂടി പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ആ ഓറഞ്ച് നിറത്തിലെ സാരിയും ഏറ്റെടുക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഓറഞ്ച് ആൻഡ് ഗോൾഡ് മിക്സ് സാരിക്ക് പക്ക ഓറഞ്ച് ബ്ലൗസും അതിന് രത്നങ്ങൾ പതിപ്പിക്കുകയും ചെയ്തപ്പോൾ അത് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. രത്നങ്ങൾ പതിപ്പിക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാകും. അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. പ്രേക്ഷകർക്ക് വളരെ നന്നായി അറിയുന്നതുമാണ്. പ്രേക്ഷകർ ഇപ്പോൾ അമേയയുടെ ഈ വസ്ത്രത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഈ ഒരു വാർത്തയെപ്പറ്റി നന്നായി തന്നെ പറയുന്നു. കാരണം ഇവരുടെ വിവാഹത്തിന് ഏറെ നാളുകളായി കാത്തിരുന്നവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും. അതുകൊണ്ട് തന്നെയാണ് അമേയുടെയും ജിഷിൻ്റെയും വിവാഹത്തിന് പ്രേക്ഷകർ ഇതെല്ലാം ഏറ്റെടുക്കുന്നത്. ഇവരുടെ വസ്ത്രം, ഇവരുടെ ആഭരണം എല്ലാം തന്നെ പ്രേക്ഷകർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഇപ്പോൾ അമേയുടെയും ജിഷിൻ്റെയും പിന്നാലെ തന്നെയാണ് എന്ന് പറയാം. അവരെല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി അവരുടെ ഒപ്പം നിർത്തുന്നുണ്ട്. അതുതന്നെയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യവും. പ്രേക്ഷകർ അതിനൊത്ത് തന്നെ ഇവരുടെ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.